ഇനി നമ്മൾ പഠിക്കാൻ പോണ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പേരാ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് ആര്? ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. റിലേഷൻ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റാ? എ ക്രോസ് ബിയുടെ സബ്സെറ്റാ. ഈ ആറിന്റെ സബ്സെറ്റ് ആണ് ആര്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് റിലേഷനിൽ തന്നെയുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ് ആര്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആൻഡ് ആർ ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണേ, എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണോ എന്ന് ചോദിച്ചേക്കണം. ആണോ? അത് നോക്കിട്ട് പറ. എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണോ? അല്ല. ആണാടാ? അവന്മാര് നോക്കണേ ഇല്ല എന്റെ മുഖത്തിട്ട്. എല്ലാ ഫംഗ്ഷനും റിലേഷൻ ആണോ? അതെ. ആണാ? അല്ല അല്ലേ? ആണാ? അല്ല. ഇവിടെ നോക്ക്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാ? റിലേഷന്റെ സബ്സെറ്റാ. അപ്പൊ എല്ലാ ഫംഗ്ഷനും റിലേഷൻ അല്ലേ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് റിലേഷനാ. റിലേഷന്റെ ഉള്ളിലുള്ള ആളാണ് ആര്? ഫംഗ്ഷൻ. അപ്പൊ ഫംഗ്ഷൻ എല്ലാം റിലേഷൻസ് അല്ലേ? റിലേഷനിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ് ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പൊ എല്ലാ ഫംഗ്ഷനും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണോ? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണല്ലോ. ആണ്. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. എല്ലാ ഫംഗ്ഷനും എന്താണ്? റിലേഷൻ ആണ്. പക്ഷെ എല്ലാ റിലേഷനെയും നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറഞ്ഞുതരാം. അതെ, നമ്മൾ നേരത്തെ റിലേഷൻ എഴുതാൻ വേണ്ടി നമ്മളൊരു സെറ്റ് വരച്ച്, രണ്ട് സെറ്റ് വരച്ച് അല്ലെ? സെറ്റ് എ, സെറ്റ് ബി, ഇതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഇവിടെ നമ്മൾ 2-3 എലമെന്റ്സ് കൊടുത്തു, ഇവിടെയും എലമെന്റ്സ് കൊടുത്തു. എന്നിട്ട് നമ്മൾ റിലേഷനിലുള്ള ഇത് മാപ്പ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഓർഡർ പെയർ എ, 1 ആണെങ്കിൽ 1 2 3 4 ഇത് എ ബി സി. നമ്മുടെ റിലേഷനിലുള്ള സെറ്റുകളാണ് A1 B3 B4. ഇത് റിലേഷനിലുള്ളതാണ്. ഇത് എങ്ങനെയോ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ വരയ്ക്കും? എയിൽ നിന്ന് 1-ലോട്ടൊരു മാപ്പിംഗ് വരച്ച്, ബിയിൽ നിന്ന് 3-ലോട്ട് ഇങ്ങനെ വരച്ച്, ബിയിൽ നിന്ന് 4-ലോട്ട് ഇങ്ങനെ വരച്ച്. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇനി ഇത് ഫംഗ്ഷൻ. എന്താണ് ഒരു സൗണ്ട്? ഇനി നോക്കിക്കേ, ഇത് ഫംഗ്ഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എവറി സെറ്റ് ഓഫ് എലിമെന്റ്സ് ഇൻ എ ഹാസ് എ യൂണീക് ഇമേജ് ഇൻ ബി. അതായത് എയിലുള്ള എല്ലാ എലമെന്റ്സിനും എങ്ങോട്ട് പെയർ വേണം? ഇങ്ങോട്ടേക്ക് പെയർ വേണം. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം എന്താ? സിക്ക് പെയർ ഇവിടെ ഇല്ല. അപ്പൊ ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ? ഇതൊരു ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷനാണ്. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സിനും എവിടെ ഒരു ഇമേജ് ഉണ്ട്? ബിയിൽ ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഡെഫിനേഷൻ എഴുതിക്കേ. എ റിലേഷൻ എഫ് വേണ്ട, ഫങ്ഷൻസ് ഇട്ടിട്ട് ഫങ്ഷൻസ്. A relation f from a set A to B, a set A to set B is said to be function. A relation f from a set A to set B is said to be function if every element of set A has a one and only one image in set B. One and only one image in set B. അപ്പൊ ഗ്രാഫിക്കൽ ആയിട്ട് നിങ്ങൾ ഓർത്താൽ മതി. എയിലുള്ള എല്ലാ എലമെന്റ്സിനും അവിടെ എന്ത് വേണം? ഒരു മാപ്പിംഗ് വേണം. അങ്ങനെ ഞാൻ കുറച്ച് ഡയഗ്രാം വരയ്ക്കാം. അത് ഏതാ ഫംഗ്ഷൻ അല്ലാത്തതെന്ന് നിങ്ങൾ പറയണം കേട്ടോ.
ചോദിക്കണവര് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഫംഗ്ഷൻ ആണോടാ? ലാസ്റ്റ് ആണോ? അല്ല, എന്താ കാര്യം? എന്താണ് ബിക്ക് ഒരു ഇമേജ് ഇല്ല. അപ്പുറത്തെ ഇതെന്താ? ഫംഗ്ഷൻ അല്ല. ഇതൊന്ന് വരച്ചേ. നോട്ട് ഫംഗ്ഷൻ. ഇത് ഫംഗ്ഷൻ ആണോ? നോ. ഫംഗ്ഷൻ ആണ്. അല്ലെന്നാണെന്നാ ഇങ്ങനെ കാണിക്കണ്ട്. അല്ലല്ല അല്ല, അതിന് ഒന്ന് പറ. ഫംഗ്ഷൻ ആണോ അല്ലേ? ഫംഗ്ഷൻ ആണ്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഡെഫിനിഷൻ എവറി എലമെന്റ് ഓഫ് എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. ഇമേജ് എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ഇതിന്റെ ഇമേജ് നോക്കിക്കേ, ഇതിന് ഇതൊരെണ്ണമുണ്ട്, ഇതൊരെണ്ണമുണ്ട്. അപ്പൊ യുണീക്ക് അല്ല. അതുകൊണ്ട് ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഡെഫിനേഷൻ ആലോചിച്ചാൽ മതി. എവറി എലമെന്റ് ഓഫ് എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. അപ്പൊ പയേഴ്സ് എന്തായിരിക്കണം? യുണീക്ക് ആയിരിക്കണം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര പ്യുവർ ആയിരിക്കണം. ഇവിടെയുള്ള ആൾക്കാർക്ക് ഒറ്റ പേര് പാടുള്ളൂ അവിടെ, മനസ്സിലായോ? പക്ഷെ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിലും ആകാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നമ്മള് എ ബി സി വരച്ചു. ഇതെന്താണ്? ഫംഗ്ഷൻ ആണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും യൂണീക്ക് ഇമേജ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇവരുടെ രണ്ടിന്റെ ഇമേജ് സെയിം ആണ്, മനസ്സിലായോ? പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെയുള്ള ആൾക്കാർ പ്യുവർ ആയിരിക്കണം. ഒരു കണക്ഷനേ പാടുള്ളൂ. ഇവിടെയുള്ള ആൾക്കാർക്ക് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിൽ ആകാം. ഇവർക്ക് രണ്ട് പേഴ്സ് ഉണ്ട് കണ്ട് ഇവിടെ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് എക്സാമ്പിൾ ആയിട്ട് വരച്ചു. ഇത് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ഇത് ഫംഗ്ഷൻ ആണ് കേട്ടോ. അതെന്നായിരിക്കും.
വരച്ചാ? കിട്ടിയാ? പേപ്പർ കിട്ടിയാ? എത്ര ഉണ്ട്? സ്പെല്ലിംഗ് മിസ്റ്റേക്കാ? ആ ഓക്കെ. അടുത്തത് ഇത് ഫംഗ്ഷൻ ആണോ? അല്ല. കാരണം എന്താ? യൂണീക്ക് ഇമേജ് അല്ല. നീ എന്താ ചിരിച്ച? ആണെന്നാണ് വിചാരിച്ച. ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ അല്ല ഇത്. അല്ലല്ല, ഉറപ്പല്ലേ? ഇത് വരച്ചെടുത്തോ. ഇത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണ്, ഇത് ഫംഗ്ഷൻ അല്ല. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയില്ലേ എന്താ ഫംഗ്ഷൻ എന്നുള്ളത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വരച്ചെടുത്തില്ലല്ലോ. Let n be the set of natural numbers. Question. Let n be the set of natural numbers. And relation R be defined on n. And the relation R be defined on n such that R is equal to ഇത് ന്യൂ എഡിഷൻ ടെക്സ്റ്റ് അല്ലേ നിങ്ങടാ ഈ ടെക്സ്റ്റ്? എഴുതിയോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചേക്കണത് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഇസ് എ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ആൻഡ് ദ റേഞ്ച് ഓഫ് ആർ. വാട്ട് ഇസ് എ ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച്. അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ റിലേഷനിലുള്ള ഫസ്റ്റ് എലമെന്റ് അല്ലെ? കോഡൊമൈൻ എന്തായിരുന്നു? സെക്കൻഡ് എലമെന്റ്. റേഞ്ച് എന്താ? മൊത്തം എലമെന്റ്സ് ഇൻ ബി. എന്താ? ഡൊമൈൻ ഡൊമൈൻ is set of all elements. റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്. ആൻഡ് കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? ബിയിലുള്ള എല്ലാ എലമെന്റ്സും. അപ്പൊ നമ്മള് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെ? അതായത് നമ്മള് എയിൽ നിന്ന് ബിയിലോട്ട് റിലേഷൻ വരച്ച്, അപ്പൊ ഇവിടെ എ ബി സി, ഇവിടെ 1 2 3 4. അപ്പൊ ഇങ്ങനെയാണ് ഈ റിലേഷൻ പോണത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എഴുതാം? R is equal to A1
പിന്നെ ഏതാ B2, പിന്നെ C4. ഇതിലെ ആദ്യത്തെ എലമെന്റ് കണ്ട ABC റിലേഷനുള്ള എലമെന്റ്സ്, അതിനെ പറയുന്ന പേരാണ് ഡൊമെയിൻ. അപ്പൊ ഡൊമെയിൻ എന്ന് പറയുന്നത് A,B,C. ഇനി എന്താണ് റേഞ്ച് എന്ന് പറയുന്നത്? രണ്ടാമത് നിൽക്കുന്ന എലമെന്റ്സ് 1 to 4, അതാണ് റേഞ്ച് 1 to 4. ഇനി കോഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം സെറ്റിലുള്ള എലമെന്റ്സ്. അപ്പൊ ഇവിടെ എന്താ കോഡൊമെയിൻ വന്നത്? 1, 2, 3, 4. ഇതാണ് കോഡൊമെയിൻ. ഇത്ര സാധനങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ. അപ്പൊ ഈ ഒരു റിലേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡൊമെയിനും റേഞ്ച് കോഡൊമെയിനും കണ്ടുപിടിക്കണം. അതെന്താന്ന് മാത്രം, നാച്ചുറൽ ആണോ റിയൽ ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടാ. അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് വരച്ച്, ആറിലെ രണ്ട് എലമെന്റ്സ് വരച്ച്, ഇവരെന്താ പറയാ? Y എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുത്തേക്കണ കണ്ട, Y ബിലോങ്സ് ടു എവിടെയുള്ളതാ? നാച്ചുറൽ നമ്പർ. അപ്പൊ ഇതെന്ത് സെറ്റ് ആയിരിക്കും? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ അതെന്ത് സാധന? ഡൊമൈൻ റേഞ്ച് ഒപ്പം തന്നെ കിട്ടി. അല്ല, റേഞ്ച് എന്താ അപ്പോ? 1 അതല്ല, റേഞ്ച് ഏതാ? നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? റേഞ്ച് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ അല്ലെ? എന്തോ പറഞ്ഞോടാ. റേഞ്ച് എന്താണ്? നാച്ചുറൽ നമ്പർ. അപ്പോ കോഡൊമെയിൻ എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞില്ലെന്നാ? അങ്ങനെ. അങ്ങനെ. ഓക്കെ. അപ്പൊ നോക്കി ഈവൻ ആണ്. കാരണം നോക്കിക്കേ, Y is equal to എന്താണ്? 2x ആണ്. അപ്പൊ Yക്ക് ഇപ്പൊ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 into 1 എന്താ? 2. 2 into 2 എന്താ? 4. അപ്പൊ എല്ലാം എന്തായിരിക്കും വരുന്നത്? ഈവൻ നമ്പേഴ്സ് ആയിരിക്കും എല്ലാം വരുന്നത്. അപ്പൊ നമ്മുടെ റേഞ്ച് എന്താണ് അവിടെ? റേഞ്ച് എന്ന് പറയുന്നത് ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കുള്ളൂ. അതായിരിക്കും റേഞ്ച് is equal to ഈവൻ നാച്ചുറൽ നമ്പർ. റേഞ്ച് is equal to ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പൊ കോഡൊമെയിൻ എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഈവൻ ആണെന്ന് പറയാൻ പറ്റില്ല. കോഡൊമെയിൻ എന്തായിരിക്കും ഇവിടെ? നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും. അതെന്താ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാൻ കാരണം? കോഡൊമെയിൻ ഈവൻ നാച്ചുറൽ നമ്പർ ആയിക്കൂടെ? Y equal to 2x ഇവിടെ എല്ലാം വരാം. പക്ഷെ റേഞ്ചിൽ മാത്രമേ Y equal to 2x വരുന്നു. അപ്പൊ ഇതിക്ക് കോഡൊമെയിൻ is equal to നാച്ചുറൽ നമ്പർ. ഡൊമെയിൻ എന്താ അപ്പൊ? നാച്ചുറൽ. അതെഴുതിക്കത്. അടുത്ത ക്വസ്റ്റ്യൻ. Examine each of the following relation given below. Examine each of the following relation given below. ആ ടെക്സ്റ്റ് അങ്ങ് അടിച്ചേക്ക്. Each of the following relation given below and state it is function or not. And state it is function or not. അപ്പോ റിലേഷൻ തരും, അത് ഫംഗ്ഷൻ ആണെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, R equal to എഴുതണ്ട, ഇപ്പൊ എഴുതല്ലേ. 2 1 3 1 4 2. ഇത് റിലേഷൻ ആണോ നോക്കിക്കേ? ഫംഗ്ഷൻ ആണോ? R1 3 1 4 2. വരച്ചു നോക്ക് വേണമെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ. ഫംഗ്ഷൻ ആണ്. നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും 2 3 4 1 1 2. അപ്പൊ 2ക്ക് 3, പിന്നെ 3ക്ക് 1, 4ന് 2. ഇത് ഫംഗ്ഷൻ ആണോ? ഡൗട്ട് ഉണ്ട് എനിക്ക്. ഫംഗ്ഷൻ ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റത്തേല് ഇത് എഴുതിയിട്ട് ഫംഗ്ഷൻ ആണെന്ന് എഴുതിക്കും.
ഇനി ഇത് ഫംഗ്ഷൻ ആണോ നോക്കിക്കേ. r is equal to 2 2 2 4 3 3 4 4. ഫംഗ്ഷൻ അല്ല. കാരണം എന്താ? നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക കേട്ടോ. ആദ്യത്തെ എലമെന്റ് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം. രണ്ടാമത്തേല് 2 3 4. അപ്പൊ 2വിന് 2 എന്ന് വന്ന് 2ക്ക് 4. ഇവിടെ ഇപ്പൊ തന്നെ നോക്കിക്കേ, 2 ഇമേജസ് വന്ന അവിടെ യൂണിക് അല്ല. അതുകൊണ്ട് എന്തല്ല അത്? ഫംഗ്ഷണൽ, നോട്ട് ഫംഗ്ഷൻ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് വരച്ചു നോക്കാം ഡയഗ്രം. അല്ലാണ്ട് പെട്ടെന്ന് ചാടിക്കറി പറയരുത്. അടുത്തത് ഇത് ഫംഗ്ഷൻ ആണോ നോക്കിക്കേ. നോക്കിക്കേ, ആദ്യത്തെ എലമെന്റിന് പിന്നെയും ഇമേജസ് വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. എല്ലാം യൂണീക്ക് ആയിട്ടാ വന്നേക്കണം. അല്ലാണ്ട് പിന്നെയും 1 ഫ്രണ്ടിൽ വന്നിട്ടില്ലല്ലോ വേറെ ഒന്നിനും. അപ്പൊ അതെന്താ? ഫംഗ്ഷൻ ആണ്. ഇത് നോക്കിക്കേ, ഇതില് ഏതാ? ഇതാണാടാ. അത് ഫംഗ്ഷൻ അല്ല എന്നാ. റിലേഷൻ ആണ്, ഫംഗ്ഷൻ അല്ല. റിലേഷൻ ആയതുകൊണ്ട് 6 നിട്ട് കേട്ടോ. മൂന്നാമത്തെ അല്ലേ ഇത്? മൂന്നാമത്തെ ഇതും എന്താണ്? ഫംഗ്ഷൻ. ഓക്കെ. ഓക്കെ, ഇനി അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ, വായിച്ചോട്ടെ. ഇനി ഗ്രാഫിക്കൽ ആയിട്ട് ഈ ഫംഗ്ഷൻ എങ്ങനെ വരയ്ക്കാന്നുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് n be the set of natural numbers. Let n be the set of natural numbers. ഇയാളെ ഏത് സ്കൂളിലാണ് പഠിക്കണേ? KV. ഇവരുടെ സ്കൂളിലോ? ആണോ? അയലൻ. നിങ്ങൾ 3 KVയിലല്ലേ എല്ലാരും? ഇപ്പൊ എന്താ പറഞ്ഞത്? Let n be the set of natural numbers. Let n be the set of natural numbers. Define a real valued function. Define a real valued function. എന്താണ് define? Define a real valued function f from n to n. ഇപ്പൊ ഇവിടെ ഡൊമൈൻ എന്താ? നാച്ചുറൽ നമ്പർ. റേഞ്ച് എന്താ? നാച്ചുറൽ നമ്പർ. ബൈ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിഫൈൻഡ് ബൈ. ഇനി നമ്മൾ ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ 6 വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞില്ലേ. ഇനി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തരുള്ളൂ അവര്. എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 1. ഇനി എല്ലാത്തിനും ഇങ്ങനെ തരുള്ളൂ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇത് കേട്ടോ, 2x plus 1. അപ്പൊ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലോട്ടുള്ള ഫംഗ്ഷൻ ആണ്. അത് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കണം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 1. അപ്പൊ ഇതെന്താ ഇങ്ങനെ പറഞ്ഞേക്കണം നോക്കാം. യൂസിങ് ദിസ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ. അത് എഴുതണ്ട. അപ്പൊ നമ്മളൊരു ടേബിൾ വരച്ച് അതിൽ ഫസ്റ്റ് നമ്മള് എക്സ് കൊടുത്ത് എഫ് ഓഫ് എക്സ് അടിയിൽ എഴുതി. ഓക്കെ, അപ്പോ എക്സ് എന്ന് പറയണത് എന്താണ്? എക്സ് എന്ന് പറയണത് ഇവിടത്തെ വാല്യൂസ് ആയിരിക്കും. നാച്ചുറൽ നമ്പറിലുള്ള വാല്യൂസ് ഏതൊക്കെയാ വരുന്നത്? 1 2 3 ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ 1 2 3 4 അങ്ങനെ അങ്ങ് പോകും. ഇനി എഫ് ഓഫ് എക്സ് കാണേ നോക്കിക്കേ. ഫസ്റ്റ് നമ്മള് എഫ് ഓഫ് എക്സ് എന്താണെന്നാ പറഞ്ഞേക്കണേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 1. അപ്പൊ എഫ് ഓഫ് 1 എന്താകും? എക്സിന്റെ സ്ഥാനത്ത് ആരെ കൊടുക്കണം? 1 കൊടുക്കണം. അപ്പൊ 2 into 1 plus 1 2 plus 1 3. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? 3 കിട്ടി. അതുപോലെ എഫ് ഓഫ് 2 കണ്ടുപിടിക്കാലോ. സിമിലർലി ബാക്കിയുള്ളത് കണ്ടുപിടിക്കട്ടോ. വാല്യൂ എഫ് ഓഫ്
5. ആഹാ, അങ്ങനെ കണ്ടുപിടിക്കട്ടാ. നമ്മളിത് പറയണേ എഴുതി കണ്ടുപിടിക്കട്ടാ. 7 വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചാ? കണ്ടുപിടിച്ചോ? എന്തൊക്കെ കിട്ടിയാ? 2 എടുത്തപ്പോ എത്ര കിട്ടി? 5 ആണ്. 2 × 2 5. ഇതാ 16. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ. ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ എവിടെ നിന്ന് എടുത്ത ഇത്, അപ്പൊ എഫ് ഓഫ് എക്സ് എവിടെ ഉള്ളതായിരിക്കും? അതായത് നമ്മുടെ ഫംഗ്ഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടെന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ഇത് നാച്ചുറൽ നമ്പറിലോട്ട്. എക്സിന്റെ വാല്യൂസ് നമ്മൾ ഇവിടെ നിന്നല്ലേ എടുത്തത്. അപ്പോ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയണത് എവിടെയുള്ളതാണെന്ന് ഞാൻ ചോദിച്ചാ, എഫ് ഓഫ് എക്സ് എന്ന് പറയണത് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ 2 സെറ്റ് വരച്ച് ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂസ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആരുടെ വാല്യൂ ആയിരിക്കും? ബൈയുടെ വാല്യൂ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. എക്സ് ഇവിടത്തെ വാല്യൂ, എഫ് ഓഫ് എക്സ് ഇവിടെ ഉള്ളതായിരിക്കും. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? റേഞ്ച് ആണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് എഴുതണത്, അല്ലെ? റേഞ്ച് അല്ലേ എഴുതണത്? അപ്പൊ എക്സ് ഇവിടെ നിന്ന് എടുക്കുന്ന വാല്യൂസ് ആയിരിക്കും എഫ് ഓഫ് എക്സ് വിത്ത് വാല്യൂസ് ഇൻ ദ സെറ്റ് വൈ. കേട്ടോ? അപ്പോ ഇത് ടേബിൾ ജസ്റ്റ് ഫില്ല് ചെയ്യാനേ ചോദിക്കുള്ളൂ കേട്ടോ. ആദ്യം എക്സ് തരും, എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ച് ജസ്റ്റ് എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തതില് ഇനിയാണ് ഓരോ ഫംഗ്ഷൻ പഠിക്കാൻ പോണത് കേട്ടോ. ഗ്രാഫിക്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും, ഓരോ ഫംഗ്ഷൻ ഓരോ ടൈപ്പ് പേരുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സിലബസിലുള്ള ടോപ്പിക്സ് അല്ലേ? എടുത്തായിരുന്നു ഈ ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആരെങ്കിലും? ഇത് മിനിറ്റ് ചിലത് ഡിലീറ്റഡ് പോർഷൻ ഒന്ന് നോക്കട്ടെ. എടുത്തായിരുന്നാടാ? ഇതിൽ അടുത്ത ടോപ്പിക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഒക്കെ ഉള്ളതല്ലേ? ഓക്കെ. അടുത്തത് എഴുതിക്ക് സം ഫംഗ്ഷൻസ് ആൻഡ് ദർ ഗ്രാഫ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയും കേട്ടോ. സം ഫംഗ്ഷൻസ് ആൻഡ് ദർ ഗ്രാഫ്. Some functions and their graph. ആദ്യത്തെ ഫംഗ്ഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫംഗ്ഷൻ ഈസ് ഫ്രം ആർ ടു ആർ എന്ന് വെച്ചാൽ എന്താ? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലോട്ടുള്ള ഫംഗ്ഷനാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താടാ ശരിക്കും എന്താടാ? അപ്പൊ ഈ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ കോമൺ ഇതായിട്ടുള്ള ഫീച്ചർ. എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഇതിക്ക് ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Let R be the set of real numbers. Then f from R to R, f from R to R given by f from R to R by f of x is equal to x. For every x belongs to capital R. എല്ലാ എക്സും ആറിലുള്ളതല്ലേ? For every x R to R by f of x is equal to x. For every x belongs to capital R. Such function is called identity function. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വെച്ച് ഫുൾ എഴുതണം കേട്ടോ. Such function is called identity function. നമ്മളിതിനെ എങ്ങനെ ഗ്രാഫിക്കലി വരയ്ക്കണേ നോക്കാം.
അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ഗ്രാഫിൽ എന്തുണ്ടാവും, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. അപ്പൊ അത് രണ്ടും വരയ്ക്കാം. ഇനി നമ്മൾ എന്താ ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണല്ലേ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെഴുതാം എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി നോക്കിക്കേ, റിയൽ വാല്യൂ ആറിന്ന് ആറിലോട്ടുള്ള ഫംഗ്ഷനാ, അപ്പൊ റിയൽ വാല്യൂഡ് ഫംഗ്ഷനാ. റിയൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നെഗറ്റീവ് നമ്പർ വരും അതിന്റെ അകത്ത്. റിയൽ നമ്പേഴ്സ് നെഗറ്റീവ് നമ്പർ വരും. അപ്പൊ നെഗറ്റീവ് നമ്പർ ഇവിടെ കൺസിഡർ ചെയ്യണം, അതിനാണ് റിയൽ വാല്യൂഡ് എടുത്ത് പറഞ്ഞേക്കണം. അപ്പൊ നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ -1 കൊടുത്ത എഫ് ഓഫ് എന്താകും, അതായത് എക്സിന് -1 കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താവും, എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് എന്നാണല്ലോ വാല്യൂ. അപ്പൊ എഫിന് നമ്മൾ -1 കൊടുത്തു. അപ്പൊ എന്താ വാല്യൂ എന്ത് തന്നെ വരും, -1 തന്നെ വരുള്ളൂ. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് തന്നെ അല്ലേ. പിന്നെ എഫ് ഓഫ് -2 കൊടുത്ത -2, എഫ് ഓഫ് 3 കൊടുത്ത 3, എഫ് ഓഫ് 1 കൊടുത്ത 1. ഇങ്ങനെയാണ് ഫംഗ്ഷൻ വരണം. അപ്പൊ നമുക്ക് ആദ്യം എഫ് ഓഫ് 1ന് എന്താ, 1 എന്ന് പറയുന്നത് 1 തന്നെ. അപ്പൊ ഇവിടെ നമ്മള് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കോർഡിനേറ്റ് മാർക്ക് ചെയ്യണം, എക്സിന്റെ കോർഡിനേറ്റ് മാർക്ക് ചെയ്യണം, വൈയുടെ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് ഏതിന്റെ എഴുതേണ്ടത്, എക്സിന്റെ. അപ്പൊ നമുക്ക് ഇത് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ പോയിന്റിനെ നമുക്ക് 1,1 എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഇത് എവിടെ കിടക്കുന്ന ഈ പോയിന്റ്, നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ 1 2 3 4. ഇത് താഴത്തോട്ടുള്ളത് -1 -2 -3 -4. മുകളിലോട്ടുള്ളതാ 1 2 3 4. ഇത് -1 -2 -3. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താ, 1,1. അതെവിടെ വരും, ഇവിടെ വരും അല്ലെ. ഇനി അടുത്തത് എഫ് ഓഫ് -1 ഈക്വൽ ടു -1. ഇതെങ്ങനെ വരും, -1, -1. ഇതെവിടെ വരും, ഇവിടെ അല്ല വന്ന. ഇനി എഫ് ഓഫ് 0 കൊടുത്താലോ, 0,0. അതെവിടെ വരും, ഈ പോയിന്റ്. എഫ് ഓഫ് -2 കൊടുത്താൽ -2 വരും. അപ്പൊ നമ്മൾ ആദ്യം പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യണം. ഇതെല്ലാ പോയിന്റ്സും മാർക്ക് ചെയ്താൽ ആ പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കാം. ഇതാണ് എന്തിന്റെ ഗ്രാഫ്, ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇതുവരെ ഒന്ന് വരച്ചു കേട്ടോ. എന്നിട്ട് ആരോ കൊടുക്കണം, കാരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണല്ലേ വാല്യൂ. നിനക്ക് ഉറക്കം വരണ്ടാടാ, രാവിലെ സ്പെഷ്യൽ ഉണ്ടോ ഇവിടെ ക്ലാസ്സിൽ? ഇല്ല. വൈകുന്നേരം വൈകിട്ടും സ്പെഷ്യൽ ഉണ്ടത്, സ്പെഷ്യൽ ക്ലാസ്സിൽ. അപ്പൊ വെറുതെ കൈകൊണ്ട് വരയ്ക്കരുത് എക്സാമിനൊക്കെ, പെൻസിലും സ്കെയിലും ഉപയോഗിച്ചിട്ട് വരക്കാം. അതുപോലെ ഇതിന്റെ സ്കെയിൽസ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കാം. എനിക്ക് ഗ്രാഫ് പേപ്പർ തരുമോ, എക്സാമിന് തരുമോ, ഗ്രാഫ് പേപ്പർ തരുമോ? അപ്പൊ അതിൽ വരച്ചു. ഓക്കെ അല്ലേ?
അടുത്തൊരു ഫംഗ്ഷനും കൂടി പഠിക്കാം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഏത്? കോൺസ്റ്റന്റ് ഫംഗ്ഷന് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാട്ടോ, അതെന്നിട്ട് എടുക്കാം. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷനിൽ അതില് എഫ് ഫ്രം ആർ ടു ആർ തന്നെയാണ്. ഡിഫൈൻ ദ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഏരിയ ഡിഫൈൻ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ is given by y equal to f of x. y equal to f of x. മറ്റേതിനെ അപേക്ഷിച്ചതിൽ എന്താ പ്രത്യേകത? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് ഇവിടെ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും ഇവിടെ വരുന്നത്. ഇവിടെ അങ്ങനെയാണോ? അല്ല. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ അല്ലെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു സി എന്നും കൂടെ ഇരിക്കും. where x belongs to capital R and C is constant. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ സി എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പൊ എക്സിന് ഏത് വാല്യൂ കൊടുത്താലും എന്ത് തന്നെ ആയിരിക്കും വാല്യൂ വരുന്നത്? 2 തന്നെ ആയിരിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് 1 എന്ത് തന്നെ ആയിരിക്കുള്ളൂ? 2 ആയിരിക്കുള്ളൂ. എഫ് ഓഫ് 3 കൊടുത്താൽ എന്ത് തന്നെ കിട്ടുള്ളൂ? 2 കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്ത് സാധനമാണ് അതെന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കുള്ള ഫംഗ്ഷൻ. ഇനി ഇത് നമ്മൾ വരയ്ക്കണമെങ്കിൽ ഗ്രാഫിക്കിൽ എന്ത് വരും? ഇവിടെ ആർക്കാ ചേഞ്ച് വന്നേക്കണ? എക്സിന് വ്യത്യാസം വരുന്നുണ്ട്, വൈക്ക് എന്ത് വരുന്നില്ല? വ്യത്യാസം വരണില്ല. അപ്പൊ ഞാനൊരു വൈ ഇവിടെ 2 എന്നല്ലേ പറഞ്ഞ, ഇതാണ് 2 എന്ന് എടുക്കാം കേട്ടോ. 1 2 ഇത് 2. എക്സിന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കാണിക്കാം എക്സ് 1 2 എന്ന് പറഞ്ഞ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് തന്നെ നോക്കാം കേട്ടോ. 1 2 എവിടെ വരും ശരിക്കും? ഇത് 1 2 3 1 2 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വരും? അപ്പോ എന്താ ഈ ഒരു പോയിന്റ് അല്ലേ? ഈ പോയിന്റിന് എക്സിലോട്ടുള്ളത് 1 വൈയിലോട്ടുള്ളത് 2. അതെങ്ങനെയാണ് ഈ 2 2 എങ്ങനെ വരും? ഇവിടെയല്ലേ വേണ്ടത്? മൈനസ് നമ്പർ അല്ലാതെ അതും കൂടി കൺസിഡർ ചെയ്യണം. അപ്പൊ എഫ് ഓഫ് -1 എന്താ? അതും 2 ആണ്. അപ്പൊ -1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും അല്ലെ? ഉണ്ടാ ഇവിടെ വരും. അപ്പൊ നോക്കിക്കേ ഇതെല്ലാം എന്താ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരണേ ഉണ്ടാ. അപ്പൊ ഇതാണ് ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ്. അത് ഈ 2 ആണെന്നില്ല, യു ജസ്റ്റ് കൺസിഡർ y ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. 2 തന്നെയാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയില്ല കേട്ടോ. അത് ചിലപ്പോൾ 3 ആയിരിക്കാം 5 ആയിരിക്കാം എന്തായിരിക്കും. അപ്പൊ ഇതിന്റെ ഗ്രാഫും കൂടെ ഒന്ന് വരച്ചു. ഇതാടാ അത് പോയിന്റ്. നമുക്ക് ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എക്സും വൈയും കോർഡിനേറ്റ് വേണ്ടേ? അപ്പൊ എക്സ് എന്താ ഇവിടെ? ഇത് ഞാൻ ജസ്റ്റ് 1 എന്ന് കൊടുത്തു. ഇപ്പൊ എഫ് ഓഫ് 1 എന്ന് കൊടുത്തു. ഇത് 2 ആണ്. സി അല്ലെങ്കിൽ വൈ കേട്ടോ. ഒന്നുമില്ല. ഓക്കെ, കഴിഞ്ഞ ആൾക്കാര് എക്സൈസ് 2.3 എടുത്തിട്ട് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും കേട്ടോ. ടെക്സ്റ്റ് ഇതാരുടെ ആയിരുന്നു? പേര് എഴുതിയിട്ടില്ല. നിന്റെ പേരെന്താ? നീ പറഞ്ഞിട്ട് അല്ലനാന്ന് പറയാനുള്ള ഇത് എങ്ങനെ വായിക്കോടാ? ഏന്റിയാ ആൻഡാ? അമ്മേ എന്ന് പിടിച്ച് അവിടെ എഴുതിയേക്കണ തന്നെ, എന്നിട്ട് അതില് ഷോർട്ട് ഫോം എഴുതിച്ചു.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.3 ഫസ്റ്റ് വൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ എത്ര? 44. കൺഫ്യൂഷൻ ഉള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഫംഗ്ഷൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താടാ ഡൗട്ട് ഉണ്ടോ? വേണ്ട. ക്വസ്റ്റ്യൻ എഴുതണ്ട. 2.3 ഇടുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്തോളാം. എന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫംഗ്ഷൻ ആണോ എന്നാണോ ചോദിച്ചേക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തത് അതും ഫംഗ്ഷൻ ആണ്. ഓക്കെ, മൂന്നാമത്തത് അല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫംഗ്ഷൻ f is defined by f of x is equal to 2x minus 5. Write down the values of f of 0. എന്ത് ചെയ്യണം? എക്സിന് പകരം 0 ഇട്ട് കൊടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ. കിട്ടിയാ? ഫസ്റ്റത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനില് എഫ് ഓഫ് 0 എത്ര കിട്ടിയ? എഫ് ഓഫ് 7, എഫ് ഓഫ് -3, -11. ഓക്കെ, അടുത്തതില്
അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ 3 എഴുതാം. 3 4. വാല്യൂ ഓഫ് സി കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണം? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വെറുതെ ജസ്റ്റ് ടി ഓഫ് 0 എന്ന് കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. മറ്റേത് ചെയ്ത പോലെ തന്നെ കേട്ടോ. രണ്ടാമത്തേലും അങ്ങനെ തന്നെ, മൂന്നാമത്തിലും അങ്ങനെ തന്നെ, നാലാമത്തേലും മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ട്, അത് പറയാം. ബാക്കിയുള്ള വാല്യൂസ് കണ്ടുപിടിക്കും കേട്ടോ. ഓക്കെ, ടി ഓഫ് 0 എത്ര കിട്ടിയത്? കണ്ടുപിടിക്കാം. റെഡി. ടി ഓഫ് 28 37.4 82 പോയിന്റ് ഇട്ട് കണ്ടുപിടിച്ചാ നിങ്ങൾക്കാടാ? ടി ഓഫ് 28 ഇതല്ലേ? ടി ഓഫ് 28 9 into 28 by 5 അല്ലേ? പ്ലസ് 32 രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 252 by 5 plus 32. Cross multiplication 252 into plus 32 into 5 by 5. എത്ര വന്നടാ? 412 ആണോ? 412 by 5.
ഇതാണ് കിട്ടിയത്. ഡിവൈഡ് ചെയ്തിട്ട് നീ പ്ലസ് ചെയ്താ. അപ്പൊ 412 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും പോയിന്റ് ഉള്ള വാല്യൂ എഴുതിക്കോട്ടാ. ഫോർത്ത് ഫോർത്ത് വൺ നോക്കിക്ക. ഫോർത്ത് വൺ കിട്ടിയാ? നിനക്ക് കിട്ടിയാടാ? ഫോർത്ത് വൺ ഡിവൈഡ് ചെയ്തപ്പോ വല്ല വ്യത്യാസം ഉണ്ടാവായിരിക്കും. 5 വെച്ച് ഡിവൈഡ് ചെയ്യപ്പോ എത്ര കിട്ടിയാ? 252 ഡിവൈഡഡ് ബൈ 5 എന്ന് ചെയ്തേ. ഫൈവ് അല്ലേ? അല്ലടാ, അവൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാ എഴുതിയത്. 5 പിന്നെ 0 എഴുതിയായിരുന്നാ? 0 എഴുതണം കേട്ടോ. അതെ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനില് നമുക്ക് ടി ഓഫ് സി തന്നിട്ടുണ്ട് ഓൾറെഡി. എത്ര ടി ഓഫ് സി? 212 ആണ് ടി ഓഫ് സി തന്നിട്ടുണ്ട്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു 212 എന്ന് പറഞ്ഞ 212 എഴുതുക. പിന്നെ ഏതാ തന്നേക്കണം? ഇവിടെ അപ്പൊ സി വരും. അപ്പൊ 9 ഇൻറ്റു 9c ബൈ 5 പ്ലസ് 32 അല്ലേ? ഇങ്ങനല്ലേ? ബാക്കി 9c ഇതിനെ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈംസിന് അപ്പുറത്തുണ്ട്. അപ്പൊ 9c ബൈ 5 അവിടെ നിർത്തി 212 മൈനസ് 32 എത്ര കിട്ടി? എത്ര കിട്ടിയടാ? 180 അല്ലേ? 9c by 5 180. 9c is equal to 118 into 5 by 9. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം നമുക്ക്. ഇതും എന്താ? 20 into 5 എന്താ? 100. കിട്ടാത്തൊരു എഴുതി എടുക്കട്ടോ. തേർഡ് ഉണ്ടായിനി. അത്രല്ലേ ഉള്ളു. തേർഡ് എത്ര കിട്ടിയത്? തേർഡ് എത്ര കിട്ടിയ? 40. തേർഡ് നിനക്ക് കിട്ടി. ഇത് ചെയ്യാത്തവര് ചെയ്തെടുക്കട്ടോ. തേർഡ് ടെക്സ്റ്റ് വരും. കഴിഞ്ഞ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് റിയൽ ഫംഗ്ഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മോഡുലസ് പഠിപ്പിച്ചിട്ടില്ല അല്ലേ? മോഡുലസ് ഫംഗ്ഷൻ പഠിപ്പിച്ചിട്ട് അത് എടുക്കാം. മോഡുലസ് ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷൻ കൊണ്ട് പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾ പഠിപ്പിച്ചില്ലേടാ മോഡുലസ് ഫംഗ്ഷൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ഫിഫ്ത് ക്വസ്റ്റ്യനും അത് തന്നെയാണോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം, അതൊന്നും ചെയ്യണ്ട കേട്ടോ. വായിച്ചോട്ടെ ഇത്. അടുത്തത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 2 find the values of x. എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കണം എന്ന് നോക്കണം. റിയൽ ടു റിയൽ ആണ്, നെഗറ്റീവ് നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോ ഇത് നോക്കണം. ഇപ്പോൾ എഫ് ഫ്രം ആർ ടു ആർ അല്ലേ? അപ്പൊ റിയൽ നമ്പർ വരുന്നുണ്ട് അതിന്റെ അകത്ത്. അപ്പൊ നെഗറ്റീവ് വാല്യൂസ് എക്സിന് കൊടുക്കണം. -1 -2 0 ഒക്കെ കൊടുക്കണം കേട്ടോ. ഒരു 5 വാല്യൂസ്.
എന്താടാ? ആ എക്സിന് എന്തൊക്കെ റിയൽ നമ്പറിൽ ഏതൊരെണ്ണം കൊടുത്തോ നിങ്ങൾക്ക് ഇഷ്ടമല്ല. -1 കൊടുക്കാം, -2 കൊടുക്കാം, 0 കൊടുക്കാം, 1 കൊടുക്കാം, 2 കൊടുക്കാം. അങ്ങനെ ഒരു 5 വാല്യൂസ് കൊടുത്ത് കണ്ടുപിടിക്കേ. കണ്ടുപിടിച്ചോ? എത്ര കൊടുത്തു? -1 കൊടുത്തായിരുന്നോ? -1 വാല്യൂ എന്താ? -2 10 2 10 0 -2 -2 പറഞ്ഞല്ലേ. 1 അടുത്തൊരു ഗ്രാഫും കൂടി പഠിച്ച് നമുക്ക് നിർത്താം. അടുത്തത് പോളിനോമിയൽ ഫംഗ്ഷൻ കേട്ടോ. ഗ്രാഫിന്റെ ഇതിൽ വരുന്നതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ. 3 ഫംഗ്ഷൻസ് ആയ ഐഡന്റിറ്റി ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ കേട്ടോ. അതില്ല സിലബസില്. പോളിനോമിയൽ എടുത്താൽ നോക്കിക്കേ. നിങ്ങള് സിലബസ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കണം കേട്ടോ. എന്താ പോളിനോമിയൽ സിലബസിലുണ്ടല്ലോടാ. സിലബസ് എല്ലാവരും പ്രിന്റ് ഔട്ട് എടുക്കണം കേട്ടോ. അത് മിസ് അയച്ചു തരും. കാരണം സിലബസിലുള്ള പോർഷൻ നോക്കി പഠിച്ചാൽ മതി. കുറെ പോർഷൻ ഡിലീറ്റ് ഇടാം. പോളിനോമിയൽ ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ട് ഐഡന്റിറ്റി ആണ്. അപ്പൊ എല്ലാവരും പോളിനോമിയൽ ഫംഗ്ഷനിലായിരിക്കും. പോളിനോമിയൽ ഫംഗ്ഷൻ let f from R to R. Polynomial function definition: f of x is equal to x square. Okay, f of x is equal to x square. Let f from R to R, f of x is equal to x square. അപ്പൊ നമുക്ക് വാല്യൂസ് കൊടുത്തു നോക്കാലോ. എഫിന് 1 കൊടുക്കുമ്പോ എന്ത് വരും? 1 സ്ക്വയർ 1 തന്നെ അല്ലേ. എഫ് ഓഫ് 2 കൊടുക്കുമ്പോഴോ എക്സിന് 2 കൊടുക്കും. ഇവിടത്തെ എക്സിന് 2 കൊടുക്കുമ്പോ എഫ് ഓഫ് എക്സ് എന്താവും? 4. 3 കൊടുക്കുമ്പോ
9. മൈനസ് കൊടുക്കണോ? മൈനസ് വാല്യൂ കൊടുക്കണോ? മൈനസ് വാല്യൂസ് കൊടുക്കണോ ഇവിടെ എക്സിന്? സെയിം വാല്യൂസ് ആണ്, പക്ഷെ കൊടുക്കണ്ടേ, ഗ്രാഫ് വരയ്ക്കണ്ടേ നമുക്ക്. 6ൽ നിന്ന് 6ലോട്ടുള്ളതുകൊണ്ട് എന്തായാലും കൊടുക്കണം കേട്ടോ. -1 കൊടുക്കുമ്പോ സെയിം വാല്യൂസ് തന്നെ വരും. -1 1 -2 4. പക്ഷെ ഗ്രാഫിൽ ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും, അപ്പുറത്തെ സൈഡിലോട്ടും കൂടി വരും. മനസ്സിലായോ? ഇനി ഇതിന്റെ ഗ്രാഫും തന്നെ വരച്ചു നിങ്ങള്, അതുകൂടി കഴിഞ്ഞാൽ പോവാ കേട്ടോ. ഇതിന്റെ ഗ്രാഫ് വരച്ചോ, റഫായിട്ട് വരച്ചാൽ. ഗ്രാഫ് വരക്കുമ്പോ പോയിന്റ് എടുക്കാനൊക്കെ അറിയാലോ. ഇത് എക്സ് കോർഡിനേറ്റ് ആണ്, ഇത് വൈയുടെ ആണ് കേട്ടോ. f(x) എപ്പോഴും y ആയിരിക്കുമോളെ. വേണമെങ്കിൽ f(x) = y എന്ന് കൊടുത്തോ, ഡയറക്റ്റ് ഉള്ളായിരിക്കും. ഫസ്റ്റ് പോയിന്റ് ഏതാ? 1 1 1 1 മാർക്ക് ചെയ്യേ. എന്താണ് 1 1 എവിടെ? അവിടെ. ഓക്കെ. അടുത്തത് 2 3. 2 3 എന്ന് പറയുമ്പോ 2ലോട്ട് ഇവിടെ, ഇങ്ങോട്ട് 3. അപ്പൊ ഇവിടെ അടുത്തത് ഇങ്ങോട്ടും കൊടുക്കും, നെഗറ്റീവ് വാല്യൂസും കൊടുത്ത്. നീ ഭയങ്കര പിശുക്കനാണല്ലോടാ ഗ്രാഫ് വരച്ചേക്കണം. നോക്കിക്കോ, ഇത്രയും പിശുക്കേണ്ട ആവശ്യമില്ല കേട്ടാ. പിന്നെ ഈ കൂട്ടത്തില് ഏറ്റവും ചെറിയ ഗ്രാഫ് വരച്ചേക്കണം ചെയ്യാം. നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോ -1 -1 1 ആണ്. 1. ഓക്കെ. -1 1 ഇവിടെ വരും, ഇവിടെ വരും. ഇതിന്റെ നേരെ. അടുത്തത് -2 4. -2 4 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇവിടെ തന്നെ, അതിന്റെ നേരെ. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരച്ചപ്പോഴത്തേക്കും നോക്കിക്കേ, ഇങ്ങനെ പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ, പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണോ വന്നത്? ഇങ്ങനെയല്ലേ വന്നത്? ഇങ്ങനെ തന്നെയല്ലേ വന്നത് ഗ്രാഫ് പോയിന്റ്. അപ്പൊ ഇത് നമ്മൾ ജോയിൻ, ഇനി 0 കൊടുത്ത് നോക്കിക്കേ. f(0) മസ്റ്റ് കൊടുക്കണം. 0 കൊടുക്കുമ്പോ എന്താ 0 തന്നെ. അപ്പൊ ദിസ് പോയിന്റ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പാരബോളയുടെ ഷേപ്പിൽ ഇങ്ങനെ വരും, ഒരു യു ഷേപ്പിൽ വരും ഗ്രാഫ്. വന്നാ 0 ഇത് പാരബോളിക് ഷേപ്പ് ആണ് കേട്ടോ. ഇതെന്താടാ നീ പാരബോള തന്നെയാണോ വരച്ചേക്കണം? അവന്റെ പിന്നെ വിയാ, അതെനിക്ക് പാരബോളായിട്ട് തോന്നല്ലോ. നിന്റെ കാണിച്ച് അതെന്താണ് അങ്ങനെ വരച്ച? അതെങ്ങനെ ഇങ്ങനെ പോയി? നിന്റെ കാണിച്ച് ഗ്രാഫേ വരച്ചിട്ടില്ല. അപ്പൊ ഇത്രയും ഗ്രാഫ് എന്തോ. അപ്പൊ 3 ഗ്രാഫാണ് പഠിച്ചത്. ഏതൊക്കെയാ? പോളിനോമിയൽ ഫംഗ്ഷൻ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഫംഗ്ഷൻ. 3 ഗ്രാഫ്. ആ ഗ്രാഫിന്റെ ഡെഫിനിഷൻ ഉൾപ്പെടുന്നത് ഏതിന് ഏതിലോട്ട് ഫംഗ്ഷൻ ആണ് ഈ ഒരു സാധനം. മറ്റേനെയൊക്കെ എന്തായിരുന്നു ഓർക്കണ്ട? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? f(x) = c അല്ലേ? മറ്റേത് എന്തായിരുന്നു? അതിന് മുന്നേ ഏതാ പഠിച്ച? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്തായിരുന്നു? നിൽക്കുവാൻ പറയട്ടെ, പറ. f(x) = അതാ 2x എന്ന്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പൊ f(x) = എന്ത് വരും? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ. അപ്പൊ f(x) = x. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്താ? f(x) = c. ഇതെന്താ? f(x) = x². ഡെഫിനേഷൻ പഠിക്കണം, എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ളതാണെന്ന് പഠിക്കണം, ഗ്രാഫ് പഠിക്കണം. അതേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വരുമ്പോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് വാ. നാളെ അല്ലല്ലോ മാത്സ്, ഇന്ന് പിന്നെ ഫ്രൈഡേ. നാളെ ഇതാണല്ലോ, നാളെ ഫിസിക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈം ടേബിൾ കെമിസ്ട്രി. നാളെ ബുധൻ ഫിസിക്സ്, വ്യാഴം കെമിസ്ട്രി അല്ലേ? അപ്പൊ ഇത്ര നോക്കിട്ട് വരണം കേട്ടോ.
ഇതാരെ ടെക്സ്റ്റ് ബാക്കി ടെക്സ്റ്റ് ബുക്കാ അതിവിടെ വെച്ചേക്ക് അടുത്ത ദിവസം നോക്കും. ഇപ്പൊ ഇവനുള്ളതുകൊണ്ടിട്ട് പേര് എഴുതിയിട്ട് ഒരു ടെക്സ്റ്റ് പേപ്പർ ബുക്ക് കൊണ്ടുവന്നോ കേട്ടോ. ചെറിയ ബുക്ക് മതി. ടെക്സ്റ്റ് പേപ്പർ ബുക്ക് പേര് എഴുതിയാടാ. പുതിയ ബുക്ക് അങ്ങനെ തന്നെ മേടിച്ചിട്ട് വന്നതാണ്. നിന്റെ ടെക്സ്റ്റ് കുറെ നാൾക്ക് ശേഷം അവള് കൊണ്ടുവന്നിരുന്നു. നിനക്കില്ലേടാ ടെക്സ്റ്റ് പേപ്പർ ബുക്ക്? ഒരു ടെസ്റ്റ് എഴുതാൻ ഒരു പുസ്തകം. നിന്റെ എവിടെ? നിന്റെ തന്നില്ല. നിന്റെ തന്നാ വിവേക്? ആ